ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ്. ഹീറോൻ്റെ CBZ എക്സ്ട്രീമാണ് വണ്ടി. നിലവിൽ അതിൻ്റെ ഫ്രണ്ട് ഫോർക്ക് ഓയിൽ സീൽ ലീക്കായിട്ട് ഓയിൽ സീൽ മാറ്റാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ നമുക്ക് അതിൻ്റെ ഹെഡ്ലൈറ്റ് വെട്ടക്കുറവ് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. നിലവിൽ ഹെഡ്ലൈറ്റ് വെട്ടക്കുറവ് നമ്മൾ നോക്കുമ്പോൾ വേറെ പ്രത്യേകിച്ച് ഒരു കംപ്ലയിൻറ്റ് നമുക്ക് തോന്നില്ല. ഇരിക്കുന്ന ആ പൊസിഷൻ്റെ എന്തെങ്കിലും പ്രോബ്ലം ആയിരിക്കാം. അത് നമുക്കൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കറക്റ്റ് ചെയ്ത് വയ്ക്കാം. അല്ലാണ്ട് നമുക്ക് വെട്ടം കൂട്ടലൊന്നും നടക്കില്ല ഇതിനകത്ത് കേട്ടോ. അതല്ലെങ്കിൽ പിന്നെ നമുക്ക് കുറച്ചും കൂടി പവർ കൂടുതലുള്ള മോഡൽ ഹെഡ്ലൈറ്റ് ബൾബൊക്കെ മേടിക്കുകയാണെങ്കിൽ നമുക്കത് സെറ്റ് ചെയ്യാമെന്ന് മാത്രം. അതല്ലാതെ കൊണ്ട് നമുക്കതിനകത്ത് പ്രത്യേകിച്ച് അഡീഷണൽ നമുക്ക് വെട്ടം കൂട്ടാനായിട്ടുള്ള ഓപ്ഷൻ ഇല്ല. ഫ്രണ്ട് ഫോർക്കിൻ്റെ ഭാഗം നമ്മൾ അഴിച്ചതിൻ്റെ ഓയിൽ സീലൊക്കെ മാറ്റുന്നുണ്ട്. ഓയിൽ സീലൊക്കെ അത്യാവശ്യം മോശമായിരുന്നു കേട്ടോ. ഈ ഒരു അവസ്ഥയിലേക്ക് വെള്ളം ഇറങ്ങിയിട്ട് ഈ ഒരു അവസ്ഥയിലേക്ക് തുരുമ്പ് കാര്യങ്ങളൊക്കെ ആയിട്ടാണ് ലീക്കേജ് ആയിരിക്കുന്നത്. അപ്പോൾ നമുക്കതിൻ്റെ ഓയിൽ സീലും മാറ്റി ഫോർക്ക് ഓയിലും മാറ്റി നമ്മൾ റീസെറ്റ് ചെയ്യുന്നുണ്ട്. ഫോർക്ക് പൈപ്പിൻ്റെ ഈ ഭാഗത്ത് ആ ഓയിൽ സീൽ വർക്ക് ചെയ്യുന്ന ഭാഗത്ത് ചെറിയ തേമാനം തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇപ്പം നിലവിൽ വേറെ പ്രശ്നം തോന്നണില്ല. പക്ഷേ ഫോർക്ക് ഓയിലിൻ്റെ ഓയിൽ സീൽ നമ്മൾ മാറ്റിയതിന് ശേഷം വീണ്ടും പെട്ടെന്നൊക്കെ ലീക്ക് വരാണെങ്കിൽ നമുക്ക് അഴിച്ച ഫോർക്ക് പൈപ്പ് മാറ്റേണ്ടി വരും. അതല്ലെങ്കിൽ നമുക്ക് ഒട്ടുമിക്ക ഭാഗത്തിനും കവർ ചെയ്ത് കിടന്നോളും. പക്ഷെ അങ്ങനെ ചെറിയൊരു തേമാനം കാണുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാനതിൻ്റെ ഏകദേശം നമുക്കത് ചെയ്യുമ്പോൾ ഏകദേശം എത്ര എസ്റ്റിമേറ്റ് വരും നോക്കിയിട്ട് ഡീറ്റെയിൽസ് വാട്സാപ്പിലേക്ക് സെൻഡ് ചെയ്തിട്ടേക്കാം. വർക്ക് നമ്മൾ കുറച്ച് ലേറ്റായിട്ടാണ് കയറിയേക്കണം കേട്ടോ. കാരണം അതനുസരിച്ചിട്ട് വേറെ വണ്ടിയുമ്പോൾ പണി കിട്ടിയപ്പോൾ ഇച്ചിരി വൈകിട്ടാണ് ഇതിലേക്ക് കയറിയേക്കണേ. എന്തായാലും ഫോർക്ക് ഓയിൽ സീൽ മാറ്റി നമ്മൾ വർക്ക് ക്ലോസ് ചെയ്തേക്കാം. കുറച്ച് ലേറ്റ് ആവുന്നുള്ളൂ. അപ്പോൾ ഞാൻ അതിൻ്റെ എസ്റ്റിമേറ്റ് ഡീറ്റെയിൽസൊക്കെ വാട്സാപ്പിലേക്ക് ഇട്ടേക്കാം. ഓക്കെ.